നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹാലിളകിയിരിക്കുകയാണ് പെരുന്നയിലെ പോപ്പിന്. ചുവന്ന തുണി കണ്ട കാളയുടെ അവസ്ഥ. എല്ലാവരെയും കുത്താൻ പാഞ്ഞടുക്കുന്നു. എന്നാൽ ഇപ്പോൾ കൊമ്പൊടിഞ്ഞ് മൂലയ്ക്കൊതുങ്ങിയിരിക്കുകയാണ്. സുരേഷ് ഗോപി വാരിയെടുത്തിട്ട് അലക്കുകയായിരുന്നു. ഞാനാണ് നല്ല നായർ, നായന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും എനിക്കാണ് എന്നൊക്കെയുള്ള ഒരു അഹങ്കാരമാണ് ഈ പെരുന്ന പോപ്പിനുള്ളത്. ഈ പെരുന്ന വഴി ആര് പോയാലും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ ഇറങ്ങി തൻ്റെ കൈയൊന്നും മുത്തിപ്പോയി കഴിഞ്ഞാൽ വലിയ സന്തോഷവും അവർ തൻ്റെ കാൽ ചുവട്ടിൽ വന്നല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയുമൊക്കെയാണ് ഈ പെരുന്ന പോപ്പിനെ ഇങ്ങനെ നയിക്കുന്നത്. ഈ NSS ആസ്ഥാനവും അവിടുത്തെ ജനറൽ സെക്രട്ടറി എന്ന പദവുമൊക്കെ രാജ്യത്തിൻ്റെ പരമാധികാരമായിട്ടൊക്കെ അങ്ങ് സ്വയം കാണുന്ന ഒരു പുങ്കൻ. എന്നാൽ ഇപ്പോൾ നല്ല നായർ ഞാനാണ് എന്ന് പറഞ്ഞ് ഒടുക്കം ഇപ്പോൾ നായന്മാരെല്ലാവരും കൂടി ഒത്തുകൂടി പെരുന്ന പോപ്പിനെ ചവിട്ടിക്കൂട്ടി പാതാള കുഴിയിലേക്ക് എറിയുന്നു. പെരുന്നയിലെ NSS ആസ്ഥാനവും കേന്ദ്ര രാഷ്ട്രീയ നേതൃത്വവും തമ്മിലെ പോര് വീണ്ടും കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾക്കെതിരെ തെല്ലും വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചടിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു. ഇരുവരുടെയും പ്രസ്താവനകൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും ഗൂഢലക്ഷ്യങ്ങളാണ് എന്നുമായിരുന്നു NSS നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ നേതൃത്വം എന്ന് പറയുമ്പോൾ സുകുമാരൻ നായരുടെ, ബാക്കി എല്ലാവരും സുകുമാരൻ നായരെ അങ്ങ് സഹിക്കുകയാണ്. ഈ എല്ലാം തൻ്റെ കാൽച്ചുവട്ടിലാണ് എന്ന് സുകുമാരൻ നായർ കരുതുമ്പോൾ ഒരു വഴിക്കൂടെ സുകുമാരൻ നായരെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു നീക്കം ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിന് താഴെ വന്ന് നായന്മാർ തന്നെ നല്ല ഒന്നാന്തരം പുളിച്ചു തെറി വിളിക്കുന്നു. ഇത് നായന്മാർ തന്നെയാണ് കമൻ്റ് ഇട്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാലറ്റത്ത് ഒരു നായരുണ്ടാകുമല്ലോ, അതാണ് ഏറ്റവും ആ വാലറ്റത്തെ നായർ പേരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സുകുമാരൻ നായർ ഇപ്പോൾ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ കമൻറ്റുകൾ മുഴുവൻ സുകുമാരൻ നായരെ ചവിട്ടിപ്പുറത്താക്കണം, സുകുമാരൻ നായരെ ചവിട്ടിപ്പുറത്താക്കണം, സുകുമാരൻ നായരെ ചവിട്ടിപ്പുറത്താക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ ധാർഷ്ട്യം ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർ കടുത്ത മത്സരത്തിലായിരുന്നു. ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് സുകുമാരൻ നായരും. അങ്ങനെ ധാർഷ്ട്യത്തിൻ്റെ അളവ് അളക്കാൻ പോയിട്ട് ഒടുക്കം പിണറായി ഇപ്പോൾ ഒടിഞ്ഞുകുത്തി മൂലയിലാണ്. സുകുമാരൻ നായരുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും. മന്നം സമാധിയിൽ ആർക്കും പ്രവേശന വിലക്കില്ല എന്ന അടിസ്ഥാന നിലപാട് വ്യക്തമാക്കുമ്പോഴും സുരക്ഷാ പരിശോധനയുടെ പേരിൽ നായയെ സമാധി സ്ഥാനത്തേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് സുകുമാരൻ നായർ. NSS ഒരു ക്ഷേത്രം പോലെ അതീവ വിശുദ്ധിയോടെയും ആദരവോടെയും കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. അവിടെ പ്രോട്ടോകോൾ പാലിക്കാൻ എന്ന പേരിൽ നായയുമായി വന്ന് പരിശോധന നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ നൽകുന്ന പരോക്ഷ മറുപടി. ശബരിമലയിൽ പോലും VIP സുരക്ഷയുടെ ഭാഗമായി പോലീസും സുരക്ഷാ ഏജൻസികളും നായയെ കൊണ്ടുവന്ന് സ്നിഫർ പരിശോധന നടത്താറുണ്ട്. ഭരണഘടനാ പദവിയിലുള്ളവർ എത്തുമ്പോൾ നൽകേണ്ട സാധാരണ സുരക്ഷാ പ്രോട്ടോകോൾ മാത്രമാണിത്. എന്നാൽ ആചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കപ്പെടേണ്ട വിശുദ്ധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള യാന്ത്രികമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നായയെയും കൊണ്ട് വരണ്ട എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പറയുന്നത് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഒരു BJPക്കാരും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ളതാണ്. ഡൽഹി NSSന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചത്. നിങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. മന്നത്ത് പത്മനാഭന്റെ സംഭാവനകൾ കാരണമാണ് നിങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. ഞാൻ പ്രസിഡന്റ് ആണെന്നോ ജനറൽ സെക്രട്ടറി ആണെന്നോ പറഞ്ഞ് മന്നം സമാധിയിലേക്ക് ഇന്നയാൾ വരരുതെന്ന് നിലപാടെടുക്കാനാകില്ല എന്നായിരുന്നു ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വാക്കുകൾ. ഇതിനു പിന്നാലെ ചടങ്ങിന് ശേഷം സംസാരിച്ച സുരേഷ് ഗോപിയും കടുത്ത ഭാഷയിൽ സുകുമാരൻ നായർക്ക് മറുപടി കൊടുത്തു. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നും ഒന്നുകിൽ ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നവർ സ്വയം മാറും, അല്ലെങ്കിൽ കാലം അവിടെ ശുദ്ധീകരണം നടത്തും എന്നായിരുന്നു സുരേഷ് ഗോപി തുറന്നടിച്ചത്. സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ കൃത്യമാണ് സുകുമാരൻ നായരെ ഉടൻ തന്നെ അടിച്ചിറക്കും എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്.
തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ശുദ്ധി നടന്നിട്ടുണ്ടെന്നും പെരുന്നയ്ക്ക് പകരം ഡൽഹിയിലെ സ്മൃതി മണ്ഡപം ഒരു ബദലാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതായത് അങ്ങ് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലിരിക്കുന്ന ആ ആസ്ഥാനത്തിന് ഇനി വലിയ റോൾ ഉണ്ടാകില്ല എന്നും ഇവിടെ ഡൽഹിയിൽ ഇരിക്കുന്നതിന് നല്ല തിളക്കം ഉണ്ടാകും എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുമ്പോൾ ഈഗോ അങ്ങ് ഇളകി തിളച്ചു മറിയുകയാണ് ഈ പറയുന്ന പെരുന്ന പോപ്പ്. അവിടെയല്ല, ഇങ്ങ് പെരുന്നയിൽ തന്നെയാണ് ആസ്ഥാനമെന്നും ഇവിടേക്ക് ഞാൻ പറയുന്നവർ മാത്രം കയറിയാൽ മതിയെന്നും എന്നെ എതിർത്തുകൊണ്ട് ഒരുത്തനും ഇവിടേക്ക് കയറാൻ കഴിയില്ല എന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവുമാണ് സുകുമാരൻ നായർ പുറത്തെടുക്കുന്നത്. ഇരു കൂട്ടരും തമ്മിൽ വലിയ വാക്പോരിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് കേന്ദ്രവും ഇങ്ങ് പെരുന്നയിലെ ആസ്ഥാനവും തമ്മിലാണ് ഇപ്പോൾ കട്ടയ്ക്ക് പോര്. ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നായിരുന്നു സുകുമാരൻ നായർ പ്രതികരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് പെരുന്ന മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നിഷേധിച്ചതായിരുന്നു പ്രകോപനത്തിന്റെ തുടക്കം. എന്നാൽ സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി സമാധിയിൽ നായയെ പ്രവേശിപ്പിക്കുന്നതിനെ എതിർത്തതുകൊണ്ടാണ് അനുമതി നൽകാതിരുന്നത് എന്നാണ് NSS നൽകുന്ന സൂചന. അതുപോലെ തന്നെ 2015 NSS ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ സുകുമാരൻ നായർ വിസമ്മതിച്ചതും വലിയ വാർത്തയായിരുന്നു. അന്ന് BJP പ്രവേശനം മുന്നിൽ കണ്ടുകൊണ്ട് NSSന്റെ വാർഷിക ബജറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ഹാളിലേക്ക് കടന്നുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തടഞ്ഞതെന്നും അല്ലാതെ വ്യക്തിപരമായ വിരോധമല്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നു. പെരുന്നയിലെ ആസ്ഥാനത്തെയും മന്നം സമാധിയെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ NSS അനുവദിക്കില്ല. ഏതൊരു സാധാരണക്കാരനും ഭക്തനും സമാധിയിൽ വന്ന് പ്രണാമം അർപ്പിക്കാൻ തടസ്സമില്ല. എന്നാൽ ഔദ്യോഗിക പദവികളുടെയും VIP സുരക്ഷയുടെയും പേരിൽ സമാധിയുടെ വിശുദ്ധി തകർക്കുന്ന രീതിയിലുള്ള പ്രോട്ടോക്കോളുകൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് NSS മുന്നോട്ട് പോകുന്നത്. വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തി NSSനെ പ്രതിരോധത്തിലാക്കാനും ആസ്ഥാനത്തിനു മേൽ സമ്മർദ്ദം ചെലുത്താനുമാണ് കേന്ദ്ര നേതാക്കളുടെ ഈ നീക്കമെന്നാണ് പെരുന്നയുടെ വിലയിരുത്തൽ. ഡൽഹിയിൽ പുതിയ മണ്ഡപം നിർമ്മിച്ച് ബദൽ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്നതും NSSന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ കുറച്ചു കാണിക്കാനുള്ള ആസൂത്രിത നീക്കമായി സുകുമാരൻ നായർ കാണുന്നു. ഏതായാലും ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും തുറന്നടിച്ചുള്ള പ്രസ്താവനകളും അതിന് NSS നൽകിയ കർശനമായ പരോക്ഷ മറുപടിയും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകച്ചിലുകൾക്ക് കാരണമാകും. സുരക്ഷാ പ്രോട്ടോക്കോളും സമാധിയുടെ വിശുദ്ധിയും തമ്മിലുള്ള ഈ പോര് പുതിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്ക് വഴി തുറന്നേക്കും. കേരളത്തിലെ BJP നേതാക്കളൊക്കെ സുകുമാരൻ നായർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പെരുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പിനാണോ അധികാരം? മന്നത്ത് പത്മനാഭന് പോലും വലിയ റോളില്ല, സുകുമാരൻ നായർക്കാണ് റോൾ ഉള്ളത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മൾ SNDPയുടെ കാര്യം പറയത്തില്ലേ, അവിടെ ശ്രീനാരായണ ഗുരുവിന് ഇപ്പോൾ വലിയ റോളൊന്നുമില്ല. നടേശനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വരും കാലത്ത് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ഡപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തകർത്തിട്ട് അവിടെ നടേശൻ്റെ തല വയ്ക്കാനും സാധ്യതയുണ്ട്. എന്തായാലും താൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രസ്റ്റ് വഴി ഈ പറയുന്ന SNDP എന്ന പേര് കൊണ്ട് അതിൻ്റെ മറവിൽ വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു പ്രതീകമായി NSSും പെരുന്ന ആസ്ഥാനവും സുകുമാരൻ നായരും മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.